എന്നെ മോളെ മോളെ എന്നാ വിളിക്കുക. എന്നെ രണ്ടുപേരാണ് കോഴിക്കോട് മോളെ മോളെ എന്ന് വിളിക്കുക. ഒന്ന് കുതിരവട്ടം പപ്പു, ഒന്ന് രാഘവേട്ടൻ. അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം എന്നോട് വന്നു. അതിലിടയ്ക്ക് ഞാൻ കുറേ പടം ചെറുതൊക്കെ ചെയ്തു. ഇവിടെ തച്ചോളിയോധനൻ, പാലാട്ട് കോമൻ, കുഞ്ഞാലി മരക്കാറ്, കടൽപ്പാലം, ആൽമരം. വിൻസെന്റിന്റെ പേടാണ് വിൻസെന്റ്. ആൽമരമാണ്. കടൽപ്പാല മാധവൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾക്ക് നല്ലൊരു വേഷം സിനിമ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു രാഘവേട്ടനോട്, അതും ഹീറോയിനായിട്ടാണെന്ന് പറഞ്ഞു. ഞാനോ ഞാൻ മെയിനായിട്ട് അഭിനയിക്കുമോ? എന്താണ് രാഘവേട്ട പറയുക, എനിക്ക് 2 മക്കളുണ്ട്. ഈ സിനിമയ്ക്ക് ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം, നല്ല സൗന്ദര്യം വേണം. പിന്നെ ഞാനെങ്ങനെ ഇത് ചെയ്യുക? ഈ സൗന്ദര്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ അവിടെ നിന്ന് അറിയണതാ. അവിടുന്നേ കണ്ടിട്ടുണ്ട് ഞാൻ സത്യൻ സാറിൻ്റെയും പത്മിനീനെയും പിന്നെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ ദക്ഷിണാമൂർത്തി, അവരൊക്കെ കണ്ടിട്ട് അവരെനിക്കൊരു സ്നേഹസീമ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ചാൻസ് തരണമെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ്റെ ലെറ്റർ വരുന്നത്, അമ്മയുടെ ലെറ്റർ വരുന്നത്, മക്കളെ നിങ്ങളവിടെ നിൽക്കരുത്, ഉടനെ വരണം, അപ്പച്ചൻ അവിടെ ആസ്പത്രിയിൽ കെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കോയമ്പത്തൂർ അഭിനയിക്കാനായിട്ട് പോയായിരുന്നോ? കോയമ്പത്തൂരല്ല, കോഴിക്കോട് നിന്ന്. അല്ല, അമ്മ കോയമ്പത്തൂരേക്കോ അങ്ങനെ പോയായിരുന്നോ? മദ്രാസിലേക്ക് പോയായിരുന്നോ? പോയി മദ്രാസിലേക്ക് എൻ്റെ അനിയത്തി അവിടെയായിരുന്നു. ഞാൻ എപ്പോഴും പോവായിരുന്നു. അപ്പോൾ അവിടെ കുറെ നാൾ നിൽക്കുമായിരുന്നു. 2-3 ദിവസം ബാഗും കൂടെ പോരും.